അപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഞരമ്പ് സംബന്ധമായ ശക്തി പകരാനുള്ളതാണ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ പ്രൊഡക്റ്റ് പറഞ്ഞാൽ ഒരു ഓർഗാനിക് ആണെന്ന് എല്ലാവർക്കും അറിയാം, ഒരു ആയുർവേദ പ്രൊഡക്റ്റുകളിൽ ഉൾപ്പെടുന്നതാണ്. ഒരു ഹെൽത്ത് വെൽനെസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇന്ന് ഒട്ടുമിക്ക ആളുകൾക്കും ഷുഗർ എന്നോ അല്ലെങ്കിൽ മറ്റ് ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാഡി ഞരമ്പുകളൊക്കെ എന്താണ് നിർജ്ജീവമായി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മളൊരു മൊബൈൽ യൂസ് ചെയ്യുകയാണെങ്കിൽ മണിക്കൂറുകളോളം യൂസ് ചെയ്യണം, അപ്പോഴും നമുക്ക് നമ്മുടെ നാടികൾക്ക് ക്ഷതം സംഭവിക്കുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഡീപ്പായിട്ട് ചിന്തിക്കാത്തതുകൊണ്ടാണ്. കുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് പ്രധാനമായിട്ട് നാഡി ശക്തി തന്നെയാണ്. അടുത്തത് മാനസികമായിട്ടുള്ള ഉത്സാഹം നമുക്ക് കിട്ടും. നമ്മളൊരു തളർച്ചയിലുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെതിരെ, അതായത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉള്ള തളർച്ചകൾ ഇത് പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ്. കാരണം അതിൽ ചേർന്നിട്ടുള്ള ഔഷധങ്ങൾ അതിനെ ഉദ്ദീപിപ്പിക്കാൻ അല്ലെങ്കിൽ അതിന്റെ പോരായ്മകളെ നികത്താൻ കഴിയുന്ന ചേരുവകളാണ്. ഇതിൽ അശ്വഗന്ധ ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് അതിന് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ നമുക്ക് ഏറ്റവും നല്ലൊരു ഔഷധമായിട്ട് വരുന്നത്. അതുപോലെ ബ്രഹ്മി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മുടെ ബുദ്ധി, മെമ്മറി, ആ ഒരു ഇന്റലിജന്റ് മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുന്നതാണ് ബ്രഹ്മി. പിന്നെ ശംഖുപുഷ്പം, അതും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ സഹായിക്കണം. അതുപോലെ നാഡി സംബന്ധമായ ബലഹീനതയൊക്കെ ഉപയോഗിക്കുന്നതാണ് ശംഖുപുഷ്പം. ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു മരുന്നാണ് ജടാമഞ്ചി. അത് നിദ്രയ്ക്ക് ഉറക്കത്തിന് സഹായിക്കും. ജഡമൻസിന്നോ അങ്ങനെയൊക്കെ അതിന് പറയട്ടോ. പിന്നെ വച്ച മാനസിക ഉണർവ് വർദ്ധിപ്പിക്കും. പിന്നെ മുക്തപിഷ്ടി എന്ന് പറഞ്ഞിട്ടൊരു മെഡിസിൻ, ഇത് നമ്മുടെ മനസ്സിന് സമാധാനം അല്ലെങ്കിൽ ഒരു നമ്മുടെ ബ്രെയിനൊക്കെ ചൂടായി കിടക്കണമെങ്കിൽ അതിനെ ഒന്ന് തണുപ്പിക്കാൻ അതിനൊക്കെയുള്ളൊരു കഴിവ് അതിനുണ്ട്. പിന്നെ സിങ്ക്, മാഗ്നീഷ്യം, ബി കോംപ്ലക്സ്, നാഡിയിലേക്ക് വേണ്ട എല്ലാ വിറ്റമിൻസും അടങ്ങിയ ഒരു ഔഷധ കൂട്ടാണ് നമ്മുടെ നാഡി നെർവ്. പറഞ്ഞ് നാഡി ബലം കൂട്ടാൻ, ക്ഷീണം കുറക്കാൻ, ചിന്താശേഷി വർദ്ധിപ്പിക്കാൻ, നമ്മുടെ ക്ഷോഭം, അതുപോലെ നമ്മുടെ നെഗറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനൊക്കെ എന്താണ് ഉത്തമ ഒരു മരുന്നാണ്. നമ്മുടെ മരുന്നെന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രകൃതിയിൽ നമുക്ക് തന്നെ ഒരുപാട് മരുന്നുകളുണ്ട്. അതിലും കൂടി ഒരു പിന്നെ അത്ഭുത മെഡിസിൻ തന്നെ ആണെങ്കിൽ നമുക്ക് പറയാം. അതിൽ ഒരുപാട് വിറ്റമിൻസ് അടങ്ങിയതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത് ഭംഗി കൂട്ടെന്ന് പറയുന്നത്. നമ്മുടെ നാഡി ഞരമ്പുകളിലൂടെ രക്തയോട്ടം, അതിന്റെ പ്രവർത്തനം ശരിയായി നടന്നാൽ തന്നെ നമ്മുടെ ആ ഒരു ശക്തി ഓജസ്സൊക്കെ നമുക്ക് പുറത്തേക്ക് അറിയാൻ കഴിയും. ഈ വിറ്റമിൻ B1, B6, B12, അതുപോലെ മാഗ്നീഷ്യം, സിങ്ക്, കാൽഷ്യം, അമിനോ ആസിഡ്, ആന്റി ഓക്സിഡൻസ് ഒക്കെ നമുക്ക് അതിനെ പ്രധാനമായിട്ടും എന്താണ് ആവശ്യമുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒന്നുകൂടെ നോക്കാം. എന്ന് പറഞ്ഞ നാഡി വ്യവസ്ഥ, നെർവ് പെയിൻ, അതായത് നാഡി ഞരമ്പുകൾക്കുള്ള വേദന ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഷുഗർ ഉള്ളവർക്കും ഷുഗർ ഇല്ലാത്തവർക്കൊക്കെ ഉണ്ട്. അതായത് നാഡി എന്ന് പറയുമ്പോൾ ഷുഗർ ഉള്ളവർക്കാണ് ഓടിപ്പോയി ചിന്തിക്കുക, ഷുഗർ ഉള്ളവർക്കും ഷുഗർ ഇല്ലാത്തവർക്കുണ്ട്. അതായത് ഭയങ്കരമായിട്ട് കുത്തിയുള്ള വേദന, അത് മാറ്റും. പിന്നെ നാഡികൾ പുനർജീവിപ്പിക്കാനുള്ള കഴിവതിനുണ്ട്. നെർവ് റിപ്പയർ ചെയ്യും. നാഡികളുടെ പുറത്തുള്ള ഒരു മെലിൻ ഷീറ്റ് ഉണ്ട്, അത് സംരക്ഷിക്കാനും നശിച്ച നാഡികളെ പുനഃസ്ഥാപിക്കാനും തന്നെ ഈ നെർവ് എനർജിയിൽ അടങ്ങിയിട്ടുള്ള മെഡിസിനുകൾ കഴിവുണ്ട്. അതുപോലെ നമ്മളെ ചില ആളുകൾക്കൊന്നും നാഡികൾ തൊട്ടാൽ അറിയില്ല, എവിടെയെങ്കിലും പിന്നെ കുത്തിയാല് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവരുണ്ട്. അതിനെ നമുക്ക് മാറ്റാൻ കഴിയും. അതേപോലെ നമ്മളെ ആന്റി ഓക്സിഡന്റ്, ആന്റി ഇൻഫ്ലമേറ്ററി, പ്രതിരോധ ശേഷി നമുക്ക് കൂട്ടാൻ ഈ ഒരു ഔഷധം കൊണ്ട് കഴിയും. അതുപോലെ ശരീരത്തിലെ അഴുക്കുകൾ, നമ്മളിപ്പോൾ ഡീടോക്സിനൊക്കെ കുറിച്ചിരുന്നല്ലോ, ബ്ലഡ് പ്യൂരിഫയർ ഒക്കെ, അതിന്റെ ഗുണം കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നെർവ് എനർജി ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ അണുബാധ, വേദനയൊക്കെ കുറയ്ക്കാനും നെർവ് എനർജി സഹായിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ അണുബാധയും വരില്ല, വേദനയും വരില്ല, വേദന ഉണ്ടാവില്ല. കറക്റ്റ് ബ്ലഡ് സർക്കുലേഷൻ നടക്കാത്തതുകൊണ്ടാണ് വേദന ഉണ്ടാവുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ശക്തി ഉണർവും മനസ്സിന് നൽകണമെന്നുള്ളത്. അതായത് അതിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിന് അല്ലെങ്കിൽ നാഡിക്ക് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ബ്രെയിനിനും കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ നാഡിക്ക് മാത്രം ഒരിക്കലും ഒരു മെഡിസിൻ കണ്ടുപിടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചതുകൊണ്ടോ കാര്യമില്ല. കാരണം അത് നമ്മുടെ കണക്ഷന് ബ്രെയിന് വരെയുണ്ട്. അപ്പോൾ ഈ ബ്രെയിനിനും കൂടി അതിന് വേണ്ട ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് അത് പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ അത് നമ്മുടെ ബാക്കിൽ പ്രവർത്തിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ മിക്സിങ്ങും അതിന്റെ കോമ്പിനേഷനൊക്കെയാണ് അതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന പോലെ ഒരു വെടിക്ക് 1000 പക്ഷികളാണ് ഈ ഒരു മെഡിസിൻ കഴിക്കോട് കൂടി നമുക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ നമ്മുടെ എനർജി ലെവൽ നന്നായിട്ട് കൂട്ടും. ഇപ്പൊ ആർക്കും ഒരു ഉഷാറില്ലല്ലോ, എല്ലാവരും നമ്മുടെ എനർജിക്ക് ലോസ് ആയിക്കൊണ്ടിരിക്കണം. നമ്മൾ കാണാത്ത ഒരു എനർജിയാണ് നമുക്കുള്ളത്. നമ്മൾ ജീവൻ എന്ന് പറയുന്നത് നമ്മൾ കാണാത്ത, അല്ലെങ്കിൽ അത് അനുഭവത്തിൽ നമ്മൾ നടക്കുമ്പോൾ ഇരിക്കുന്നതൊക്കെ ഉണ്ട്, അതൊക്കെ കാണുന്നുണ്ട്. പക്ഷെ നമുക്കൊരു എനർജി ഉണ്ട്. ഇപ്പൊ ഒരു ലൈറ്റ് കത്തുമ്പോൾ അതിൽ വോൾട്ടേജ് ഇല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും, ഒരു ഉഷാർ ഉണ്ടാവില്ല, നമുക്ക് കാണാൻ ഒരു ഭംഗിയ പോലെ. അതേപോലെ തന്നെയാണ് ജീവന്റെ അവസ്ഥ. നമുക്ക് അതിന്റെ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ നടന്നിട്ടില്ല, അല്ലെങ്കിൽ വോൾട്ടേജ് കുറയാൻ നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ആ വോൾട്ടേജ് കൂട്ടാൻ, ആ ലൈറ്റ് എങ്ങനെ വോൾട്ടേജ് കൂട്ടാം, അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ കാര്യങ്ങളും വോൾട്ടേജ് കൂട്ടാനുള്ള ഒരു എന്താ ഞാൻ ഇതിന് പറയാന്ന് ചോദിച്ചാൽ, ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അത്രയും നല്ലൊരു ബെനിഫിറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതോട് കൂടിയുള്ളത്. പിന്നെ ഷുഗർ സംബന്ധമായിട്ട് വരുന്ന ന്യൂറോപ്പതി ഉണ്ടല്ലോ, ഞരമ്പിനും കണ്ണിനും ഒക്കെ പിന്നെ അതായത് A to Z തല മുതൽ കാല് വരെ തന്നെ പറയാം, നിയന്ത്രിക്കാനും രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാനും അതുമൂലം ഉണ്ടാകുന്ന നാടികൾക്ക് കേടുപാടുകൾ തടയാനും ഉള്ള ഒരു ഔഷധം, അമൂല്യ ഔഷധം തന്നെ പറയാം. ഈ അമൂല്യം എന്നുള്ള വാക്ക് ഇതുവരെ കിട്ടിയില്ല. കാരണം അതിനപ്പുറം ഇതിന് വേറെ വാക്ക് പറയാനില്ല. നമ്മൾ ഈ കമ്പനിയിലുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കമ്പനി ഇറക്കിയ പ്രൊഡക്റ്റ് ആയതുകൊണ്ടോ വലിയൊരു കാര്യം പറയില്ല. പക്ഷെ ഉള്ള കാര്യം നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയ കാര്യം ഒരു അമൂല്യമായ ഒരു ഔഷധം തന്നെയാണ് നമ്മുടെ നെർവ് എനർജി എന്നുള്ളത്. അത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും. അതുപോലെ അസ്ഥികളുടെ ആരോഗ്യത്തിന്, കണ്ണിന്റെ ആരോഗ്യത്തിന്, ത്വക്കിന്റെ ആരോഗ്യത്തിന്, മുഴുവൻ ആരോഗ്യത്തിനും നല്ലൊരു
പിന്നെ ഔഷധമാണ് നമ്മുടെ നെർവ് എനർജി. അതിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ അതുകൊണ്ട് ഞാൻ മേലെ പറഞ്ഞു എന്നാലും പറയണം. വിറ്റാമിൻ എ ഉണ്ട്, അതുപോലെ B12, ഡി, ഇ, ഫോളിക് ആസിഡ്, സിങ്ക്, മാഗ്നീഷ്യം, ഇതെല്ലാം ഒത്തിണങ്ങിയാലാണ് നമ്മുടെ ശരീരം എന്താ നമുക്കൊരു ചെടിക്ക് എല്ലിന്റെ പൊടി ഇട്ട് കൊടുക്കും, മറ്റേ കാൽഷ്യത്തിന്റെ പൊടി ഇട്ട് കൊടുക്കും, ഇങ്ങനെ കുറേ പൊടികൾ ഇട്ട് മിക്സ് ചെയ്തിട്ട് മണ്ണിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കും, ചെടിക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കും. അതുപോലെ എല്ലാ വിറ്റാമിൻസും ഒരു മനുഷ്യന് വേണ്ട എല്ലാ കാര്യങ്ങളും അടങ്ങിയ ഒരു അമൂല്യ ഒരു കൂട്ടാണ് നമ്മുടെ നെർവ് എനർജി എന്ന് പറയുന്നത്. പിന്നെ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കുറച്ചിട്ടോ. കാരണം പിന്നെ എല്ലാ വിഷയവുമായി ഉള്ള പോലെ അല്ല ഇതിന്മേൽ കളിക്കുമ്പോൾ കുറച്ച് നോക്കാനുണ്ട്. കാരണം മറ്റ് ബുദ്ധിമുട്ടുകൾ, അതായത് പ്രഗ്നൻസി മുലയൂട്ടുന്ന സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഇത് കുടിക്കാൻ പാടില്ല. അതുപോലെ ശ്വാസകോശ രോഗങ്ങളുണ്ടെങ്കിൽ അവരും എന്ത് ചെയ്യണം, അത് കുടിക്കരുത്. ഈ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു ആയുർവേദ ഡോക്ടറോട് പോയിട്ട് ചോദിച്ചിട്ട് പറ്റുമോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട്, അല്ലെങ്കിൽ കുടിച്ച് നോക്കുക. എന്തെങ്കിലും പ്രയാസം വന്നാൽ, അല്ലെങ്കിൽ ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ, തല ചുറ്റല്, വയറിളക്കം, അങ്ങനെ എന്തെങ്കിലും ചെറിയ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് നിർത്തട്ടോ. പിന്നെ ഇതിന്റെ അളവ് എന്ന് പറഞ്ഞാൽ ഭക്ഷണശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, വെറും വയറ്റിൽ ഒരിക്കലും ഇത് കഴിക്കാൻ പാടില്ല. അത് പ്രത്യേകം പറഞ്ഞു കൊടുക്കണം. ഭക്ഷണശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, വെറും വയറ്റിൽ ഇത് കഴിക്കാൻ പാടില്ല. അത് രാവിലെ 1, രാത്രി 1, ഭക്ഷണത്തിന് ശേഷം മാത്രം. രാവിലെ ഒരു ടാബ്ലറ്റ്, രാത്രി ഒരു ടാബ്ലറ്റ്. പിന്നെ പിന്നെ അതിൽ പറയുന്നത് 3 മാസം ഇത് തുടർച്ചയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ 1 മാസം നിർത്തി വെക്കണം. അത് നിർബന്ധമായിട്ടും പറയുന്നുണ്ട്. 3 മാസം തുടർച്ചയായിട്ട് കഴിച്ചാൽ 1 മാസം. അത് ഞാൻ ഏത് കാര്യം പറയുന്നതാണ്, ഏത് കാര്യം തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ മഞ്ഞപ്പൊടി പാലിൽ തിളപ്പിച്ച് ഇട്ട് കുടിക്കുന്ന ആളുകളുണ്ട്. കൊറോണ വന്നത് മുതൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പൊ 3 വർഷങ്ങളോളം ചെയ്യുമ്പോൾ അത് ചീത്ത സെല്ലിന് അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങൾ ഇല്ലാതാക്കുന്ന പോലെ തന്നെ അതിന് അറിയില്ല എന്ത് ഈ ചീത്ത സെല്ല് അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങൾ കഴിഞ്ഞു, ഇനി നല്ലതാണുള്ളത്, ആ നല്ലതിനെ എന്ത് ചെയ്ത് നശിപ്പിക്കും. അതുപോലെ തന്നെ അമിതമായ അമൃതം വിഷം എന്ന് പറയുമല്ലോ. അപ്പൊ ഏത് കാര്യം, ഒരു എക്സസൈസ് ആണെങ്കിൽ വരെ നമ്മൾ ഡെയിലി ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് ഒരു ആഴ്ചത്തേക്ക് 2 ആഴ്ചത്തേക്ക് മാറ്റി വീണ്ടും തുടരുക. എന്ത് കാര്യം തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് ഉള്ളത് കഴിക്കുന്നതാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നതും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ നെർവ് എനർജിനെ കുറിച്ച് ഒരു ചെറിയ വിവരണം.